നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. ഡൊണാൾഡ് ട്രംപിന്റെ കിരാത നടപടികളിൽ വീർപ്പുമുട്ടുകയാണ് അമേരിക്ക. അമേരിക്ക ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും കരുത്തനായ രാജ്യമായതിനാൽ തന്നെ ട്രംപിന്റെ നടപടികളെ ചോദ്യം ചെയ്യാൻ പോലും കഴിയാതെ നിസ്സഹായമായി നോക്കി നിൽക്കേണ്ട സ്ഥിതിവിശേഷമാണ് മറ്റു പല രാജ്യങ്ങൾക്കും. ട്രംപ് അധികാരത്തിൽ വന്നതിനു ശേഷം അമേരിക്കയിലേക്ക് പല കാരണങ്ങൾ കൊണ്ട് കുടിയേറിയവർക്കും നേരിടേണ്ടി വരുന്നത് വലിയ പ്രത്യാഘാതങ്ങളാണ്. പ്രബല ശക്തിയായ അമേരിക്കൻ ഭരണാധികാരിയെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല എന്ന ഹുങ്ക് തന്നെയാണ് ട്രംപ് നടത്തിവരുന്ന പുതിയ നയങ്ങളൊക്കെ. കുടിയേറി പാർത്തവരെ അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ നാടുകടത്തുന്നത് സ്വാഭാവികം. രാജ്യസുരക്ഷയെ മുൻനിർത്തി മതിയായ രേഖകൾ കൈവശം വയ്ക്കാതെ രാജ്യത്ത് കഴിയാനോ കടക്കാനോ പാടില്ലെന്നത് നിയമം അനുശാസിക്കുന്നതും കൃത്യമായി പാലിക്കപ്പെടേണ്ടതും തന്നെയാണ്. എന്നാൽ രേഖകൾ നഷ്ടപ്പെടാൻ ഇടയാക്കിയ സാഹചര്യമോ അവരുടെ ന്യായവാദങ്ങളോ പശ്ചാത്തലമോ എന്തിനേറെ നിസ്സഹായതയോ ഒന്നും കാര്യമാക്കാതെ കൃത്യമായ സമയം അനുവദിച്ചു നൽകാതെ കഴുത്തിനു കുത്തിപ്പിടിച്ച് പുറത്തു തള്ളുന്നത് പോലെ നികൃഷ്ടവും പൈശാചികവുമായ നടപടികളാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ചരിത്രത്തിലില്ലാത്തതുപോലെ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാൻ നടത്തിയ നടപടിക്ക് ശബ്ദമുയർത്തിയവരെ അടിച്ചമർത്താൻ അമേരിക്കയുടെ മണ്ണിൽ സൈന്യത്തെ ഇറക്കിയതു മുതൽ പ്രക്ഷോഭകാരികൾ എന്ന മുദ്രകുത്തി പൊലിപ്പിച്ചുകാട്ടി മനുഷ്യരുടെ നിസ്സഹായത കൂടി ട്രംപ് മുതലെടുക്കുന്നുണ്ട്. പ്രക്ഷോഭം അഴിച്ചുവിട്ടുവെന്നും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലും രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുന്നു എന്ന തരത്തിലും നിലനിൽപ്പിനു വേണ്ടിയുള്ള നിസ്സഹായരുടെ സമരത്തെ കൊന്നൊടുക്കാനും ട്രംപ് മടിക്കില്ല. ഇപ്പോൾ യുഎസിൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള നടപടികൾക്കെതിരെ കാലിഫോർണിയ സംസ്ഥാനത്ത് ആരംഭിച്ച പ്രക്ഷോഭം കലാപത്തിലേക്ക് നീങ്ങിയതോടെ ലോസ് ആഞ്ചലസിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. പ്രതിഷേധം 5ാം ദിവസവും തുടരുന്ന സാഹചര്യത്തിലാണ് ലോസ് ആഞ്ചലസിലെ ചിലയിടങ്ങളിൽ ചൊവ്വാഴ്ച രാത്രി 8 മുതൽ മേയർ കേരൻ ബാസ് കർഫ്യൂ പ്രഖ്യാപിച്ചത്. രാത്രി 8 മുതൽ രാവിലെ 6 വരെയാകും കർഫ്യൂ. ഇന്നലെ മാത്രം 197 പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തതായാണ് വിവരം. അതിനിടെ പ്രക്ഷോഭം നേരിടാൻ 700 മറീനുകളെ കൂടി ട്രംപ് നിയോഗിച്ചു. യുഎസിൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നടപടികൾക്കെതിരെ കാലിഫോർണിയ സംസ്ഥാനത്ത് പ്രക്ഷോഭം നേരിടാൻ നിയോഗിച്ച മറീനുകൾ കഴിഞ്ഞ ദിവസമാണ് ലോസ് ആഞ്ചലസിലെത്തിയത്. നിലവിൽ വിന്യസിച്ചിട്ടുള്ള 4000 നാഷണൽ ഗാർഡുകളെ കൂടാതെയാണ് 700 മറീനുകളെ കൂടി ലോസ് ആഞ്ചലസിലേക്ക് നിയോഗിച്ചത്. നേരത്തെ വിന്യസിച്ച 4000 ഗാർഡുകൾക്ക് പുറമെ ഇവർ കൂടി വരുന്നതോടെ അമേരിക്കയുടെ നില കൂടുതൽ വഷളാകും. ട്രംപിന്റെ നടപടികൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്ന മേയർ ജനാധിപത്യം അപകടത്തിലാണെന്ന് ഓർമ്മിപ്പിച്ചു. കുടിയേറ്റക്കാർക്കെതിരെയും അതുവഴി സ്വന്തം നാട്ടുകാരെയും അടിച്ചമർത്തുകയും ചെയ്യുന്ന ട്രംപിന്റെ നടപടികൾ ഒരു ആഭ്യന്തര പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നും നമ്മുടെ ജനങ്ങളെയും ഉദ്യോഗസ്ഥരെയും നാഷണൽ ഗാർഡുകളെയും അത് പ്രതിസന്ധിയിലേക്ക് നയിച്ചിരിക്കുകയാണ് എന്നും ഡെമോക്രാറ്റിക് നേതാക്കൾ കുറ്റപ്പെടുത്തി. അതേസമയം ലോസ് ആഞ്ചലസിലെ പ്രക്ഷോഭം ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഫെഡറൽ സ്വത്തുക്കളെയും ജീവനക്കാരെയും സംരക്ഷിക്കാൻ സൈന്യത്തെ വിന്യസിക്കേണ്ടത് ആവശ്യമാണ് എന്നുമാണ് ഇത്രയും പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ക്രമസമാധാനം തന്നെ തകർത്തു തരിപ്പണമാക്കിയിട്ടും തന്റെ നടപടികളെ ന്യായീകരിച്ച് ട്രംപ് പറഞ്ഞത്. കാലിഫോർണിയയുടെ ഡെമോക്രാറ്റിക് സർക്കാർ ഈ നീക്കം അധികാര ദുരുപയോഗവും ആവശ്യമില്ലാത്ത പ്രകോപനവുമാണെന്ന് പറയുന്നതുമാണെന്ന് ട്രംപിന്റെ ന്യായീകരണവാദങ്ങൾ. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള നടപടികൾക്കെതിരെ ലോസ് ആഞ്ചലസിലെ പ്രക്ഷോഭം ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഎസ് സേനയുടെ 250ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നോർത്ത് കാരോലൈനയിൽ സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചു. എന്നാൽ അതേസമയം പ്രക്ഷോഭങ്ങളുടെ മൂലകാരണം ട്രംപ് തന്നെയാണ് എന്ന കാര്യം അദ്ദേഹം മനഃപൂർവ്വം വിസ്മരിക്കുന്നുമുണ്ട്. കാലിഫോർണിയയിൽ കാണുന്നത് വിദേശ പതാകകൾ വഹിച്ച കലാപകാരികൾ സമാധാനത്തിനും പൊതു അക്രമത്തിനും ദേശീയ പരമാധികാരത്തിനുമെതിരെ നടത്തുന്ന പൂർണ്ണമായ ആക്രമണമാണ് എന്നും ഫെഡറൽ സ്വത്തുക്കളെയും ജീവനക്കാരെയും സംരക്ഷിക്കാൻ സൈന്യത്തെ വിന്യസിക്കേണ്ടത് ആവശ്യമാണ് എന്നും തന്റെ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്ത ട്രംപ് കാലിഫോർണിയയുടെ ഡെമോക്രാറ്റിക് സർക്കാർ ഈ നീക്കം അധികാര ദുരുപയോഗവും ആവശ്യമില്ലാത്ത പ്രകോപനവുമാണ് എന്ന് പറയുന്നു. എന്നാൽ ഈ സേവനാംഗങ്ങൾ കാലിഫോർണിയയിലെ സത്യസന്ധരായ പൗരന്മാരെ മാത്രമല്ല അമേരിക്ക ആകെ തന്നെയും സംരക്ഷിക്കുന്നു എന്നും അവർ വീരന്മാരാണ് എന്നുമാണ് ട്രംപിന്റെ വാദം. അതേസമയം അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ നാഷണൽ ഗാർഡുകളെയും മറീനുകളെയും ഉപയോഗിക്കുന്നതിൽ നിന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിലക്കണമെന്നാവശ്യപ്പെട്ട് കാലിഫോർണിയ ഗവർണർ ഗവിൻ ന്യൂസം ഫെഡറൽ കോടതിയെ സമീപിച്ചു.
US-ൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നടപടികൾക്കെതിരെ കാലിഫോർണിയ സംസ്ഥാനത്ത് പ്രക്ഷോഭം ആരംഭിച്ചതിനു പിന്നാലെ നാഷണൽ ഗാർഡുകളെയും മറീനുകളെയും വിന്യസിച്ചതിനു പിന്നാലെയുമാണ് ഗവർണർ ഗവിൻ ന്യൂസം കോടതിയെ സമീപിച്ചത്. എന്നാൽ അതുകൊണ്ടൊന്നും പിന്മാറാനുള്ള ഉദ്ദേശത്തിലല്ല ട്രംപ്. അമേരിക്കയിലെ സ്വന്തം ജനങ്ങളോട് പോലും യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ പെരുമാറുന്ന ട്രംപിനെ പോലൊരു ഭരണാധികാരി ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങൾക്ക് പോലും ഭീഷണിയാവുന്ന തരത്തിൽ വളരാനുള്ള സമയങ്ങളും ഇനി വിദൂരമല്ല.